ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു മുട്ട വെച്ചിട്ട് നല്ലൊരു കിട്ടില്ല റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഈ രീതിയിൽ മുട്ടയൊന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, അധികം മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലൊക്കെ പോവാം. ആദ്യം തന്നെ ഫ്രൈ പാനിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു സവോള ഫുള്ളായിട്ട് അരിഞ്ഞത്, സ്ക്വയർ പീസ് പോലെ ചെറുതായിട്ട് അരിഞ്ഞ സവോള ഒരെണ്ണം, വലിയൊരു സവോളയാണ്. അത് ഫുള്ളായിട്ട് ഞാൻ അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 സവോള ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഗ്രേവി കിട്ടും. അപ്പോൾ ഞാൻ ഒരു സവോള ആഡ് ചെയ്യുന്നുള്ളൂ, കുറച്ച് ഗ്രേവി മതിയാവും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സവോള ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനൊരു 4 മുട്ടയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അളവാണ് ഈ പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വരുന്നതും വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൊണ്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് സവോള വഴന്ന് കിട്ടും. അപ്പം നന്നായിട്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഒരു ബ്രൗണിഷ് കളർ ആവുന്നിടം വരെ നമുക്ക് സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ സവോള നന്നായിട്ട് വഴന്നാലേ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതിന് നന്നായിട്ട് സവോള വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാനൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും എല്ലാം നന്നായിട്ട് സവോളയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു ഹാഫ് തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പുളി എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച്. ഞാൻ ഒരു തക്കാളി ഫുള്ളായിട്ട് ഇടുന്നില്ല, ഹാഫേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം നമുക്ക് തക്കാളിയും കൂടെയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഗ്രേവി നന്നായിട്ട് കുറുകിയിരിക്കും. അപ്പം ഒരെണ്ണം ഫുള്ളായിട്ട് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പുളിപ്പ് കൂടാൻ സാധ്യതയുണ്ട്. അത് കാരണം ഞാൻ അരമുറി തക്കാളി ആഡ് ചെയ്തുള്ളൂ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പം നമുക്ക് ഗ്രേവി നന്നായിട്ട് കുറുകിയിരിക്കും. വളരെ സിമ്പിളായിട്ടും നല്ല വെറൈറ്റി റെസിപ്പിയാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഡിഷാണ്. നമുക്ക് മുട്ട വറുത്ത് കഴിക്കാതെ ഇച്ചിരി ഗ്രേവി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ബെസ്റ്റ് റെസിപ്പിയാണ്. തന്നെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകളാണ് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. തക്കാളി നന്നായിട്ട് വഴന്ന് കുറുകി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി അതേ അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം മസാലകളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഒരു ശകലം കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം എരിവിന് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലകളുടെ പച്ചമണം മാറാതെ നമ്മൾ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടില്ല. സോ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ ഗ്രേവി ആക്കി എടുത്തിട്ട് ആ ഗ്രേവി നമുക്കൊന്ന് പറ്റിച്ചെടുക്കണം. അതായത് കുറുക്കിയെടുക്കണം, എങ്കിലേ ടേസ്റ്റുള്ളൂ. നമ്മൾ ഈ വെള്ളം പോലത്തെ ഗ്രേവി മാറ്റിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. അന്നേരത്തേക്കും ഈ ഗ്രേവി നന്നായിട്ടൊന്ന് കുറുകി വരും. നമുക്ക് 5 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ച് ആ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത്രയും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി എണ്ണയൊക്കെ ഒരു സൈഡിലോട്ട് വറ്റി മാറിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ആഡ് ചെയ്തിട്ട് നമുക്ക് അടുത്തതായി ഞാനിനി ആഡ് ചെയ്യാൻ പോകുന്നത് മുട്ടയാണ്. ശരിക്കും ഒരു നല്ലൊരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഞാനിതിൽ 4 മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാൻ ആ ഗ്രേവിക്കുള്ളിലോട്ട് 4 മുട്ടയായിട്ട് ഉടയാതെ ഒരു ഫുൾ മുട്ടയായിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഓരോ മുട്ടയും നമ്മൾ ബുൾസാവാതെ മാറാതെ നോക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പം ആ ഗ്രേവിക്കുള്ളിലോട്ട് ഞാൻ 4 മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഗ്രേവിക്കുള്ളിൽ കിടന്നിട്ട് ഈ മുട്ടയുടെ മസാല എല്ലാം പിടിച്ചിട്ട് മുട്ട കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഒരു വെറൈറ്റി റെസിപ്പി അല്ലേ, എന്നും നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും മസാലയ്ക്കുള്ളിൽ ആ മുട്ട കിടന്നിട്ട് നന്നായിട്ട് അതെല്ലാം പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് വേവാൻ വേണ്ടി അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു സൈഡൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചൊന്ന് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൊണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പയ്യെ മറിച്ചെടുക്കണം, അല്ലെങ്കിൽ അധികം വെയിറ്റ് കട്ടിയില്ലല്ലോ. അപ്പോൾ അത് കാരണം അത് ഉടഞ്ഞു പോവാതെ പയ്യെ എടുത്തിട്ട് തിരിച്ചിടുക. ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടെ വേകാൻ വേണ്ടി നമ്മളൊന്ന് തിരിച്ചിടുകയാണ്. ശരിക്കും മസാലയ്ക്കുള്ളിൽ അത് കിടന്നിട്ട് നമ്മളത് മുട്ട കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ്. ശരിക്കും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പം നമ്മുടെ ഗ്രേവി മുട്ടയായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. മുട്ടയും മസാലയും കൂടെ ആയിട്ട് നല്ല തിക്കായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ പരുവത്തിൽ കുറുകി തന്നെ ഇരിക്കണം, ഇല്ലാതെ വെള്ളം പോലെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് കൊള്ളുണ്ടാവില്ല. അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയുടെ സ്മെല്ലും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ഈ ഡിഷൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മുട്ടയുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയുക. എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഒന്ന് അഭിപ്രായം പറയുക. ഓക്കെ, ബൈ.